മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ വർഗീയത കത്തിപ്പടർന്നേനെ. കേരളത്തിലെ വർഗീയതയെ തടഞ്ഞു നിർത്തിയത് മുസ്ലിം ലീഗാണെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അത് സതീശനെ പോലെ ഇത്രയേറെ വായിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, ചരിത്രവും ഭൂമിശാസ്ത്രവും സാഹിത്യവും തത്വചിന്തയും നിയമവും ചരിത്രവും ഒക്കെ വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ളൊരു അസത്യം പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്കത് സംബന്ധിച്ച് ആദ്യമേ പറയാനുള്ളൊരു കാര്യം. കാരണം എന്തുകൊണ്ടാണ് അത് അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകരിച്ച രംഗത്തേക്ക് ക്ഷണിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രസ്ഥാനമല്ല, അത് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്. ശ്രദ്ധിക്കണം, അവർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുക, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കരുത്. 1. 2, നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഞങ്ങളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിവിടുന്ന് പോകുമ്പോൾ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം. 3, അഥവാ നിങ്ങൾക്ക് അവർക്ക് ഭരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം കിട്ടണം. ഇതായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടാക്കാനുള്ള കാരണം. അതിനു വേണ്ടിയാണ് അവർ പിന്നീട് പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഒരു സംശയവും വിചാരിക്കേണ്ട മുസ്ലിം ലീഗിൻ്റെ കൂടെയായിരുന്നു. ഗാന്ധിജി പഠിച്ച പണി 18 നോക്കിയിട്ടും മുസ്ലിങ്ങളെ കിട്ടിയില്ല. മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും വരുത്താൻ വേണ്ടി അറ്റ കൈക്ക് ഗാന്ധി എടുത്ത ഒരു മാർഗമായിരുന്നു 21 ഖിലാഫത്ത്. ഒരു കാര്യമില്ലേ, ഗാന്ധി എടുത്ത തെറ്റായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നത്. അതിന് വലിയ വില കൊടുത്ത സ്ഥലം കേരളമാണ്. കേരളത്തിലെ ഹിന്ദു വംശഹത്യ നടന്നു, സമ്മതിച്ചല്ലോ. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മുസ്ലിം ലീഗ് സർവശക്തരായിട്ട് നിലനിൽക്കുമ്പോഴല്ലേ മാറാട് അരയ വംശഹത്യ നടന്നത്? അല്ലേ? മുസ്ലിം ലീഗായിരുന്നല്ലോ. സർവശക്തിയോടും കൂടി മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നല്ലോ. അധികാരത്തിലും ഉണ്ടല്ലോ. ഒരു മാറാട് ഹാജി എന്ന പേരിൽ തന്നെ ഒരാൾ പിന്നീട് അറിയപ്പെടുകയും ചെയ്തല്ലോ. ആ പാവപ്പെട്ടവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആയുധം കൊടുത്ത്, ഏറ്റവും പുതിയ ആയുധം കൊടുത്ത് അവരെ വിട്ടവരാരൊക്കെയായിരുന്നു? അതിൽ മുസ്ലിം ലീഗുകാരില്ലേ? സതീശൻ മറുപടി പറയണം. മുസ്ലിം ലീഗിനെ മഹത്വവൽക്കരിക്കാൻ ഇറങ്ങുമ്പോൾ സതീശൻ ഇതിന് മറുപടി പറയണം. ഈ മുസ്ലിം ലീഗ് തുടങ്ങിയത് 2006 തുടങ്ങിയ മുസ്ലിം ലീഗ് അതേ പാരമ്പര്യത്തിൽ 1947 ഓഗസ്റ്റ് 14 വരെ ഉണ്ടായിരുന്നു. 14 3 തിരിഞ്ഞ് പാകിസ്ഥാൻ ലീഗ്, അവാമി ലീഗ് ബംഗ്ലാദേശിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോഴും മുസ്ലിം ലീഗ് രൂപീകരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആശയങ്ങളും തത്വങ്ങളും അവർ ഉപേക്ഷിച്ചിരുന്നില്ല. പേരിൽ തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് നിലകൊള്ളുന്നൊരു പ്രസ്ഥാനം. മുസ്ലിങ്ങളല്ലാത്ത ആരും ഇപ്രാവശ്യം മുസ്ലിം ലീഗിൽ ജയിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇനി 1947 മുസ്ലിം ലീഗ് ശക്തമായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നിൽക്കുമ്പോഴാണല്ലോ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച സംഘടനകളിലൊന്നായ മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി 48 അപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ തീവ്രവാദം വരില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി വന്നില്ലേ? മുസ്ലിം ലീഗ് ശക്തമായിട്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തിലല്ലേ PDP വന്നത്? മദനിയുടെ സിമി രൂപീകരിക്കുകയും സിമിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ആ സിമിയുടെ പഴയ മെമ്പർമാരാണ് ആര്? E.T. മുഹമ്മദ് ബഷീറും പിന്നെ മറ്റേ ഇതുണ്ടല്ലോ KT ജലീൽ, E.T. മുഹമ്മദ് ബഷീർ തുടങ്ങിയ മറ്റദ്ദേഹം എം ബി എക്കുള്ള അബ്ദുൽ സമദ് സമദാനി, ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ.
അത് വന്നല്ലോ. നാഷണൽ ഫ്രണ്ട് വന്നില്ലേ? ലീഗ് ഉള്ളപ്പോഴല്ലേ വന്നത്? NDF, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് വന്നല്ലോ. അവസാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വന്നില്ലേ? നിരോധിക്കപ്പെട്ട സംഘടന. ഇതെല്ലാം ലീഗ് ഉള്ളപ്പോഴല്ലേ? അപ്പോൾ ലീഗ് ഉണ്ടെങ്കിൽ തീവ്രവാദം വരില്ല എന്ന് സതീശൻ പറഞ്ഞത് പച്ച കള്ളമാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയാണ്. ലീഗ് വന്നതിൻ്റെ പേരിൽ ലോകത്തെങ്ങും ലീഗ് വന്ന ലീഗും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാറാട് ആളുകളെ കൊന്നത് ലീഗിൻ്റെ നേതൃത്വത്തിലല്ലേ? അത് സതീശൻ മറന്നുപോയ? അത് സംബന്ധിച്ച റിപ്പോർട്ടുണ്ടല്ലോ അവിടെ. ആ റിപ്പോർട്ടൊന്ന് സതീശൻ പ്രസിദ്ധീകരിക്കട്ടെ. ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് പൂഴ്ത്തി വച്ചിട്ടില്ലേ? അത് പ്രസിദ്ധീകരിക്കട്ടെ. എന്നിട്ട് ലീഗിനെ കുറിച്ച് പറയട്ടെ. സതീശൻ ചെന്ന് പെട്ടിരിക്കുന്നത് ലീഗിനെ ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, PFI ആണ്, NDF ആണ്. NDFും ജമാഅത്തെ ഇസ്ലാമിയും PFIയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും പിന്നെ സിമിയും എല്ലാം ചേരുന്ന ഒരു തീവ്രവാദി സംഘമാണ് ഇപ്പോൾ ലീഗിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ലീഗ് നിഷേധിക്കട്ടെ. ഞാൻ അത് എഴുതിയപ്പോൾ എനിക്കൊരു ഭാഗ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 15,20,000 പേര് അത് കണ്ട്, 12,000 പേര് കമൻറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച്. ഈ സബ്ജക്റ്റാണ് ഞാൻ എഴുതിയത് ഫേസ്ബുക്കിൽ, ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ട്. അതിൽ എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ 9,000 പേര്, 9,200 ചില്ലാനം പേര് മുസ്ലിം സഹോദരങ്ങളാണ് എന്നെ തന്തക്കും തള്ളക്കും വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെല്ലാം കൂടി തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ വരും. പക്ഷെ എനിക്കതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം, 1,200 ക്രിസ്ത്യാനികളും ഇത് തെറി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന ക്രിസ്ത്യൻ നാമധാരികളെ ആയിരിക്കുള്ളൂ. അല്ല പ്രൊഫൈലുകൾ അല്ല ഫേക്ക് പ്രൊഫൈലുകളൊന്നുമല്ല. അത് വെറുതെ ചുമ്മാ പറയുന്നതാണ്. ഞാനതൊക്കെ വെരിഫൈ ചെയ്തതാണ്. അപ്പോൾ അത് ഈ പറയുന്ന ശരിക്കും ഒരു ഹിന്ദു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിന്ദു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിനകത്ത് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ ആകെ പറഞ്ഞത് എന്താണ്? ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലേക്ക് ഒരു രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്നത് ശരിയല്ല. അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണെങ്കിൽ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുത്. ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇത്രയും പൊള്ളേണ്ട കാര്യം എന്താ ഉള്ളത്? 1,200 പേരാണ് തെറി പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ കുറേ പേർ കൂടി പറയാം ഇനി. പക്ഷേ ആര് എൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാലും, എന്നെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇത് വായിച്ചപ്പോൾ, ആ കുറിപ്പ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും അപ്പനപ്പൂപ്പന്മാരുടെ കുടുംബസ്വത്തായിരുന്നു എന്നുള്ള കാര്യം ആ കുറിപ്പ് വായിച്ച, ആ കമൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രസ്ഥാനമാണെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അതിനകത്ത് അങ്ങനെയാണ് മഹാത്മാഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എൻ്റെ തന്തക്കും തള്ളക്കും ഒക്കെ എഴുതിയിരിക്കുന്നവരുടെ അപ്പനപ്പൂപ്പന്മാരും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണെന്ന്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ സതീശൻ മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രിയാണ് അങ്ങ് മുസ്ലിം ലീഗ് അങ്ങയ്ക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അങ്ങയ്ക്ക് വേണ്ടി സഹായം ചെയ്ത മുസ്ലിം ലീഗിന് വേണ്ടി അങ്ങ് നിൽക്കുമ്പോൾ അങ്ങ് മറുപടി പറയേണ്ട ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് അപായകരമായ രീതിയിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ പെട്ടിരിക്കുന്നൊരു സംഘടനയാണ് എന്ന കാര്യം അങ്ങ് മറക്കരുത്.